ഹായ് എവ്രിവൺ. മലപ്പുറം നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനാണ് നിലവിൽ മുങ്കൂറ്റമുള്ളത്. അതായത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. കാരണം ഞാനടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് PV അൻവർ ഈസിയായി ജയിക്കുമെന്നാണ്. നിലവിലെ അവസ്ഥയിൽ CPM-ഉം കോൺഗ്രസും PV അൻവറും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതായത് PV അൻവറിന്റെ ഗ്രാഫ് അല്പം കുറയുകയാണ്, ഷൗക്കത്തിന്റെ ഗ്രാഫ് അങ്ങ് കൂടുകയാണ്. കാരണമെന്ത്? അതായത് PV അൻവർ മലപ്പുറം നിലമ്പൂരിൽ നല്ലോണം സ്കോർ ചെയ്യുമ്പോൾ കോൺഗ്രസ് മാസ്റ്റർ മൈൻഡ് ഇറക്കുകയാണ്. ഷാഫി പറമ്പിലിനെ പ്രചാരണത്തിൽ ഉടനീളം കൊണ്ടുവന്നാൽ ആര്യാടൻ ഷൗക്കത്ത് ഈസിയായി ജയിക്കുമെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി കോൺഗ്രസ് ഉടനീളം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പ്രചാരണത്തിന് പോവുകയാണ്. അതിന്റെ ഫലം നിലമ്പൂരിൽ കാണുകയാണ് മക്കളെ. ആ 2-3 വീഡിയോ ക്ലിപ്പാണ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരുന്നത്. വീഡിയോ ക്ലിപ്പ് വെക്കുന്നതിന് മുമ്പ് ചെറിയ കാര്യം പറയുകയാണ്. മലപ്പുറം നിലമ്പൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആര്യാടൻ ഷൗക്കത്തും CPM-ഉം PV അൻവറും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കാരണം ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. 1,20,000 വോട്ടർമാർ നിലമ്പൂരിൽ ഉള്ളതെങ്കിൽ 40,000 വോട്ട് അൻവർ പിടിക്കും, 40,000 സുരാജ് പിടിക്കും, 40,000 വോട്ട് ഷൗക്കത്ത് പിടിക്കും. ആ ഒരവസ്ഥയിലാണ് നിലവിൽ നിലമ്പൂർ കടന്നു പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു നിലമ്പൂരിൽ അൻവർ ഈസിയായി ജയിക്കുമെന്ന്. പക്ഷേ അൻവറിന്റെ ഗ്രാഫ് നിലവിൽ കുറഞ്ഞു വരികയാണ്, ഷൗക്കത്തിന്റെ ഗ്രാഫ് ഉയർന്നു വരികയാണ്, സുരാജ് മിഡലിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഷൗക്കത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ കൂടുന്നു? അതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരൊറ്റ കാരണമാണ് ഷാഫി പറമ്പിൽ. അതായത് ഷാഫി പറമ്പിലിനെ പ്രചാരണത്തിന് അങ്ങേയറ്റം കോൺഗ്രസ് ഇറക്കുകയാണ്. നമുക്ക് കേട്ട് നോക്കാം എങ്ങനെയാണ് ഷാഫി പറമ്പിലിന്റെ ട്രിക്ക് അവിടെ വർക്കായത്. ഷാഫി പറമ്പിലിന്റെ തീപ്പൊരി പ്രസംഗമാണ് അത്. നമുക്ക് കേട്ടുകൊണ്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ. പക്ഷെ ആ MLA ഇപ്പോഴും XMLA ഈ മത്സരരംഗത്തുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ UDF ഇതിന്റെ ഫോക്കസ് എന്താ? ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ്. UDF LDF തമ്മിൽ നടക്കുന്ന മത്സരമാണ്. ഈ ഗവൺമെന്റിനെതിരായി ചിന്തിക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ വോട്ട് എവിടെ ചെയ്താലാണ് അവർ പരാജയപ്പെടുക, എവിടെ ചെയ്താലാണ് ആർക്കാ ജയിക്കാൻ പറ്റുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾക്ക് കഴിയില്ലേ? പിന്നെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അടിച്ചേൽപ്പിച്ചതല്ലല്ലോ. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടിരുന്ന ആളുകൾ അവിടെ ജയിച്ച ഒരാൾ അങ്ങനെ രാജിവെച്ചു പോയി. ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ കറന്റ് പൊളിറ്റിക്സ് ഉണ്ട്. ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ഇവിടെ ഉണ്ടായത് ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ, ഇവിടുത്തെ മലയോര കർഷകന്റെ വേദന, ഇവിടുത്തെ ആദിവാസികളുടെ പ്രയാസങ്ങൾ, ഇവിടുത്തെ ഗവൺമെന്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, KSRTC-യുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇവിടുത്തെ ബൈപ്പാസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇവിടെ തന്നെ ഒരു 100 പ്രശ്നം കേരളത്തിൽ മൊത്തം ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഉൾപ്പെടെ, സ്കൂൾ പാചക തൊഴിലാളികളുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനില്ല. അപ്പൊ ആ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ജനങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അവർക്ക് അറിഞ്ഞൂടെ. ആർക്ക് വോട്ട് ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാവുക? നോക്കൂ, ഇതാണ് PV അൻവറിന്റെ ഗ്രാഫ് കുറയാൻ കാരണം ആരാണ് ഷാഫി പറമ്പിൽ? ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന കേരളത്തിൽ ഒരേ ഒരു നേതാവ് ആര് എന്ന് നിങ്ങൾ ആരോട് ചോദിച്ചാലും, അതിപ്പോ RSSകാരോട് ചോദിച്ചാലും, CPM-കാരോട് ചോദിച്ചാലും, മുസ്ലിം ലീഗുകാരോട് ചോദിച്ചാലും ഒരേ ഒരു പേരാണ് ഷാഫി പറമ്പിലാണ്. ജനങ്ങൾക്ക് വേണ്ടി ആര് എന്ന ചോദ്യത്തിന് അത് ഷാഫി പറമ്പിൽ മാത്രമാണ്. നമുക്കറിയാം, എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം സംഭവിച്ചാൽ ആദ്യം എത്തുന്ന ഒരാൾ അത് ഷാഫി പറമ്പിൽ മാത്രമാണ്. ആ ഷാഫി പറമ്പിലാണ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വാദിക്കുന്നത്. ആദ്യം തന്നെ പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് ആരാണ് ഉണ്ടാക്കിയത്? CPM അല്ലേ? PV അൻവർ അല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്? തെരഞ്ഞെടുപ്പിന്റെ ചെലവ് ഒക്കെ വരാൻ കാരണം PV അൻവറാണ്. പിന്നീട് അവിടത്തെ കഷ്ടപ്പാട് പറയുകയാണ്, അവിടെ ആ കാരണമില്ല, അവിടെ വികസനമില്ല എന്ന് ഷാഫി പറമ്പിൽ ആണിയടിക്കുകയാണ്. അൻവറിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണിത്. അതായത് PV അൻവറിന്റെ ഗ്രാഫ് അങ്ങ് താഴ്ന്നു എന്ന് ഞാൻ പറയുന്നില്ല. 1,20,000 വോട്ടർമാരാണ് നിലമ്പൂരിൽ ഉള്ളതെങ്കിൽ എക്സാമ്പിൾ ആണ്. അതിൽ 40-40-40 എന്ന രീതിയിലാണ് ഇപ്പോൾ. ത്രികോണ മത്സരമാണ്, വൻ ശക്തിയാണ്, ഇഞ്ചോടിഞ്ചാണ്. പക്ഷേ ഷാഫി പറമ്പിൽ ഇങ്ങനെയാണ് ഇനിയുള്ള 4-5 ദിവസം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. അതിൽ യാതൊരു തർക്കവും ഇല്ല നമുക്ക്. ഇല്ലെങ്കിൽ ഇനി സുരാജിന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 40,000 വോട്ടിൽ തന്നെ നിൽക്കും. കാരണം എന്ത് പറഞ്ഞ വോട്ട് പിടിക്കും?
എന്തെങ്കിലും വികസനമുണ്ടോ? PV അൻവർ ആണെങ്കിൽ അത് ചെറിയ രീതിയിൽ ഇങ്ങനെ പറയും, ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്ന ഒരാളാണ്, കാരണം മലപ്പുറക്കാർ മുഴുവനായിട്ടും സ്വർണ്ണക്കടത്തുകാരാണെന്ന് കളവ് പറഞ്ഞതിന് എതിരായി സംസാരിച്ച ഒരാളെന്ന് അൻവർ അങ്ങനെ പറയും. ഇവിടെ കോൺഗ്രസും ഷാഫി പറമ്പിലും പറയുന്നത് എന്താണ്? വികസനം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്ത് ചെയ്തു ഇവിടെ? അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് തന്നെ ജയിക്കാനുള്ള ചെറിയ ചാൻസ് സാധ്യതയാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഓക്കെ, ഷാഫി പറമ്പിലിന്റെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഷാഫി പറമ്പിൽ MP സംസാരിക്കുന്നു. ജനങ്ങൾ അതൊന്നും പരിഹരിക്കാത്ത ഈ ഗവൺമെന്റിന്റെ ശല്യവും തീർക്കാൻ കാത്തിരിക്കുകയാണ്. അത് നിലമ്പൂരിൽ നിന്ന് ഭരണ തുടർച്ചയുടെ അല്ല, ഭരണമാറ്റത്തിന്റെ തുടക്കമായിരിക്കും നിലമ്പൂരിൽ നിന്നുണ്ടാവുന്നത്. ഞങ്ങൾ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറും. നോക്കൂ, കൊടുങ്കാറ്റാവുകയാണ് ഷാഫി പറമ്പിൽ. ഇങ്ങനെയാണ് വോട്ട് പിടിക്കേണ്ടത്. അതായത് പൊളിറ്റിക് പറയണം, നിങ്ങൾ എന്ത് ചെയ്തു, വികസനം ചൂണ്ടിക്കാണിക്കണം, അല്ലാതെ വർഗീയതയല്ല പറയേണ്ടത്. ഷാഫി പറമ്പിൽ അന്നും ഇന്നും എന്നും പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ഉറപ്പായിട്ടും വിജയിക്കും. ഓക്കെ, ഷാഫി പറമ്പിലിന്റെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. പറയാനുള്ളത് പറയും, ചെയ്യാനുള്ളത് ചെയ്യും, ജനങ്ങളോട് പറയാനുള്ളത് പറയും. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ. അതിന് ഏറ്റവും വലിയ റെസ്പോൺസാണ് ജനങ്ങൾ. ഇപ്പം നിങ്ങൾ തന്നെ മീഡിയാസ് തന്നെ ജനങ്ങളുടെ പബ്ലിക് റെസ്പോൺസ് എടുക്കുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ ശതമാനം വരെ ആളുകൾ പിന്നെ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് പറയുന്നുണ്ട്. പ്രതികരണങ്ങളും നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ബൈറ്റ് എടുക്കുമ്പോൾ ആർക്കാണ് പിന്തുണ എന്നൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ കുറച്ച് ബാലൻസ് ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ബഹുഭൂരിഭാഗം ആളുകളും UDFന് അനുകൂലമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയം പറയാനുള്ള ദിവസങ്ങളാണ്. ആ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ദിവസങ്ങളാണ്. അതായി തന്നെ ഞങ്ങൾ കാണും. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, തെല്ലും അഹങ്കാരമില്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഷാഫി പറമ്പിൽ പറയുകയാണ് ജനങ്ങൾ കോൺഗ്രസിനൊപ്പമാണ്. അതിൻ്റെ കാരണം നിലവിലുള്ള അവസ്ഥയാണ്. നമുക്കാർക്കെങ്കിലും ജീവിക്കാൻ പറ്റുന്നോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. പിണറായി വിജയൻ്റെ ആദ്യത്തെ 5 വർഷം എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയ 5 വർഷമായിരുന്നു. ഓരോ സാധാരണക്കാരും പിണറായി വിജയനോട് അഭിമാനം പറഞ്ഞ ഒരു ഏറ്റവും നല്ല, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭരണമായിരുന്നു ആദ്യത്തെ 5 വർഷം. അതിനുശേഷമുള്ള ഭരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണിപ്പോൾ. ഓരോ സാധാരണക്കാരും കണ്ണീരോടെയാണ് കേരളത്തിൽ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിനൊപ്പം. അത് പറഞ്ഞാണ് ഷാഫി പറമ്പിൽ വോട്ട് പിടിക്കുന്നത്. ഉറപ്പായിട്ടും ഷാഫി പറമ്പിലിന്റെ നീക്കം ഇങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് 10,000-ൽ കുറയാത്ത വോട്ട് പിടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അൻവറിനും സുരാജിനും ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ് ഷാഫി പറമ്പിൽ കാരണം. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. അത് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസമാണ്. അവർക്കിടയിൽ കാര്യങ്ങൾ പറയും. അവർ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടാണ് അവരുടെ വോട്ടിംഗ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. അവരതനുസരിച്ച് തന്നെയായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഗവൺമെന്റിന് തുടർച്ചയുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് അനുകൂലമായ ഘടകമായിട്ടാണ് മാറാൻ പോകുന്നത്. ഗവൺമെന്റ് മാറണം എന്നുള്ളത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ചിന്തയാണ്. അപ്പോൾ അതിന് തുടർച്ചയുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് നിലമ്പൂരിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകമാണ് പോകുന്നത്. ഇനിയും പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കറക്റ്റ് എന്നെ കുറിച്ച് പഠിച്ചാൽ അറിയാൻ പറ്റും, ഒരു പാർട്ടിക്കും സപ്പോർട്ട് കൊടുക്കാത്ത ആളാണ്. ആരാണ് മികച്ചവൻ, അവർക്കാണ് ഞാൻ പേഴ്സണലി സപ്പോർട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ BJP ആയാലും UDF ആയാലും LDF ആയാലും ആരാണ് നമ്മൾക്ക് നല്ല ഭരണം തരുന്നത്, ആരാണ് നല്ല രീതിയിൽ ഭരിക്കുന്നത്, അവരെയാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. അവർക്കാണ് ഞാനും സപ്പോർട്ട് കൊടുക്കുന്നത്. ഇവിടെ നിലവിലെ അവസ്ഥയിൽ വളരെ വളരെ മോശമാണ് ഭരണം. അത് ഞാൻ ഓപ്പണായി പറയുമ്പോൾ നാളുകളിൽ UDF അങ്ങനെ ചെയ്താലും BJP ചെയ്താലും ആര് ചെയ്താലും ഓപ്പണായി ഉള്ളതുപോലെ ഞാൻ പറയും. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ജീവിക്കാൻ കുറച്ച് പാടാണ്. ഭരണം മാറാൻ അത്യാവശ്യമാണ് നമുക്ക്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ ജനങ്ങളുടെ തീരുമാനങ്ങൾക്ക് തടസ്സമാവാൻ കഴിയാവുന്ന, UDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ തീരുമാനങ്ങൾക്ക് തടസ്സമാവാൻ കഴിയാവുന്ന ഒരു ഫാക്ടറും ഇവിടെ എക്സ്റ്റേണലായിട്ട് ഞങ്ങൾക്ക് എതിരായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അത് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ സന്തുഷ്ടപ്രകാരം അദ്ദേഹം പോയി കണ്ടതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളെ വിളിച്ചു വരുത്തിയതോ മറ്റൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ കാണുന്ന അയാളോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞു. അദ്ദേഹം തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പോയി കണ്ടു. ഈ പിണറായിസത്തിനെതിരായിട്ടുള്ള ഡയറക്ഷനിൽ ഇവിടെ കാര്യങ്ങൾ പിണറായിസത്തിനെതിരായിട്ട് ഇവിടെ പിണറായി വിജയന്റെ ഈ ഭരണകൂടത്തിനെതിരായിട്ട്
ഇവിടെ അതിനെതിരായിട്ടുള്ള ജനവിധിയെ ഉൾക്കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാവുന്ന ഏക മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. നോക്കൂ, എന്തൊരു വാക്കുകളാണ് ഷാഫി പറമ്പിൽ. അവസാനം ഷാഫിയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് അൻവറിനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി. പറയുകയാണ് PV അൻവർ വിളിച്ചു വരുത്തിയിട്ടാണ് പോയതെന്ന്. ഒരുപക്ഷെ അങ്ങനെയും ആവും. അപ്പോൾ നമ്മൾക്കിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. എം സുരാജും PV അൻവറും ആര്യാടനും ഷൗക്കത്തും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതായത് 1% പോലും ആർക്കും മുൻകൂറ്റമില്ലാതെ ലെവലിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ ആര് സ്കോർ ചെയ്യും അവരാണ് വിജയിക്കാൻ പോകുന്നത്. ഷാഫി പറമ്പിലിൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ഓക്കെ, PV അൻവറിന് എന്താണ് ഏറ്റവും അവസാനമായി പറയാനുള്ളത് അതും കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രചരണ രംഗത്ത് സജീവമാണ്. അപ്പോൾ എങ്ങനെയുണ്ടൊരു പൾസ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ? പൾസ്, ആ മനുഷ്യരുടെ പൾസ് അറിയാം. ഞാൻ അന്ന് പറഞ്ഞല്ലോ 75,000 വോട്ട് ഞാൻ നേടുമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എഴുതി വെച്ചോ. ഇവിടെ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ പോകുന്നത് 35,000-ന്റെയും 40,000-ന്റെയും അല്ലെങ്കിൽ 30,000-ന്റെയും 35,000-ന്റെ ഇടയ്ക്ക് വോട്ടാണ്. മനസ്സിലായോ? പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിച്ചാൽ CPMന് കിട്ടിയ വോട്ട് എത്ര? 29,900 വോട്ടാ. ബാക്കി വോട്ട് എവിടെ പോയി? 50,000 വോട്ട് ഇവിടെ ഫ്ലോട്ടിങ്ങാ. അതിൻ്റെ അർത്ഥം എന്താ? ഈ പാവപ്പെട്ട മനുഷ്യർ പച്ചയായ മനുഷ്യരാ, നന്മയോടൊപ്പം നിൽക്കുന്നതാണ്. നന്മ കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയം. അപ്പോൾ PV അൻവർ പറയുന്നത് 75,000 വോട്ടിൽ ഞാൻ ജയിക്കുമെന്നാണ് അൻവർ പറയുന്നത്. ഈ ഇലക്ഷൻ്റെ തുടക്കം അങ്ങനെ ആയിരുന്നു എങ്കിൽ നിലവിലെ അവസ്ഥയിൽ 70 എന്ന് പറയുന്നതിൽ 35 കുറഞ്ഞിട്ട് 40 ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ശക്തമായ മത്സരമാണ്. ആര് ഇനി രാഷ്ട്രീയം നല്ല രീതിയിൽ ഉയർത്തുന്നു അവർക്ക് ജയിക്കാം. ഏതായാലും ആർക്കാണ് ജയസാധ്യത കൂടുതലെന്ന് പറയുമ്പോൾ PV അൻവറിനും ആര്യാടൻ ഷൗക്കത്തിനും മാത്രമാണ്. അതായത് എം സുരാജ് എന്ത് പറഞ്ഞു വോട്ട് പിടിക്കും? ഞാൻ അതാണ് ഒരൊറ്റ ചോദ്യം. ആളുണ്ട്, വോട്ടിടാൻ ആളുണ്ട്. ഇപ്പോൾ ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്ത് പറഞ്ഞ് വോട്ട് പിടിക്കും? അവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. PV അൻവർ 2ാം സ്ഥാനത്താണ് വരുന്നതെങ്കിൽ PV അൻവറിന് ആരുടെ വോട്ടാണ് പോകുന്നത്? അതിപ്പോൾ CPMന്റെ വോട്ട് പോയാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. എൻ്റെ ഒരു അവസ്ഥയിൽ, നിലവിലെ അവസ്ഥയിൽ ഷാഫി പറമ്പിലിൻ്റെ ഇതുപോലത്തെ നീക്കം കാണുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കുറഞ്ഞത് 5000-ൽ വരുന്ന ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ ഇൻഫർമേഷൻ. അപ്പോൾ ഏതായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.